നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലിയുടെയും ദോശയുടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. 7 മുതൽ 8 ചെറിയ ഉള്ളി, ഈ ഒരു അളവിൽ ഇഞ്ചി, പിന്നെ ഈ ഒരു സൈസിൽ വാളൻപുളി, 250 ml കപ്പിൽ 1/2 കപ്പ് നാളികേരം, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി. തോടില്ലാത്തതാണ് കുറച്ചും കൂടി നല്ലത്. തോടുള്ളതാണെങ്കിൽ തോടിന് എടുത്ത് മാറ്റണേ. പിന്നെ വളരെ കുറച്ച് മല്ലിയില, ആവശ്യത്തിന് കരിവേപ്പില, എരിവിന് വേണ്ടിയിട്ട് ഒരു 4 മുതൽ 5 പച്ചമുളക്, പിന്നെ താളിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യം. നമുക്ക് ചട്നി തയ്യാറാക്കി തുടങ്ങാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഒരു പാനിലോട്ട് ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കില്ല. എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഒരു 2 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് പച്ചമുളകിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതുപോലെ വഴറ്റാതെ ഡയറക്റ്റായിട്ട് തന്നെ ചട്നി ചേർക്കുകയാണെങ്കിൽ ആ ഒരു പച്ചക്കുത്ത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പച്ചമുളക് ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം തീരെ ലോയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ പച്ചമുളകിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളർ വരും. അതായത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആയിട്ടോ കാണിക്കുന്നത്. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഒരു 7 മുതൽ 8 ചെറിയുള്ളി ചേർക്കാം. ഇനി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള ചേർത്താൽ മതി. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ചെറിയുള്ളി കൂടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് അതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ചെറിയ ഉള്ളി എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഇതാട്ടോ പൊട്ടുകടല, അതും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് കുറച്ച് കപ്പലണ്ടി, പീനട്ടാണ് ചേർക്കേണ്ടത്. എത്രയാണോ പൊട്ടുകടല എടുത്തേക്കുന്നത് ആ സെയിം അളവിൽ തന്നെ കപ്പലണ്ടിയുടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ തോടില്ലാത്ത കപ്പലണ്ടി ആയിട്ട് എടുക്കുന്നത്. തോടുള്ള കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ തോട് മാറ്റിയിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചട്നിക്ക് ആ ഒരു കളർ കിട്ടത്തില്ല. കളർ ചെറുതായിട്ടൊന്ന് മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തോടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി നല്ലത് തോടില്ലാത്ത കപ്പലണ്ടി ആയിരിക്കണം എടുക്കേണ്ടത്. ഇവ രണ്ടും കൂടി 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി റോസ്റ്റഡ് ആണ് പൊട്ടുകടല, അതുപോലെ തന്നെ കപ്പലണ്ടി. അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. വളരെ ഈസി ആയിട്ടൊരു ചട്നി, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 4 മുതൽ 5 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചട്നിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കാനായിട്ടുള്ളതാണ് നാളികേരം. 1/2 കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം. ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ ഒരു അളവിന് വാളൻപുളി കൂടെ ചേർത്ത് കൊടുക്കുക. വാളൻപുളി കൂടുതൽ വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാകും. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതായത് ആ ഒരു ചൂടി കിടന്ന് തന്നെ നാളികേരവും അതുപോലെ തന്നെ വാളൻപുളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നിക്കൂട്ട്. ഇത് ചെറുതായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യും. ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് മാറ്റാം. ഈ ഒരു ചട്നിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. ഇപ്പോൾ ചൂട് മാറുന്ന സമയം കൊണ്ട് തന്നെ ഇഡ്ഡലി ഇങ്ങനെ റെഡിയാക്കാം. ഇതിൻ്റെ ചൂട് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. എനിക്ക് കുറച്ച് സമയം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാനിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിക്സിയുടെ വലിയ ജാറിലോട്ട് നമുക്കത് മാറ്റാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിനെക്കാട്ടിലും വലിയ ജാർ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നമ്മുടെ കൂട്ടെല്ലാം മിക്സിയുടെ വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഒരു അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ വളരെ കുറച്ച് അളവിൽ മല്ലിയില അധികം ചേർക്കണ്ട കേട്ടോ. മല്ലിയില അധികം ചേർത്ത് കഴിഞ്ഞാൽ ചട്നിയുടെ കളറും മാറും. അതുകൊണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇത്ര അളവിൽ ചേർത്താൽ മതിയാകും. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളം ചേർക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ചേർത്ത പൊട്ടുകടലയും കപ്പലണ്ടിയും വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കിട്ടാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയും നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത് ഒത്തിരി വെള്ളം ചേർക്കേണ്ട. ഇതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ആദ്യം കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. നോക്കൂ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ആവശ്യമാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിക്ക് സെർവ് ചെയ്യാനായിട്ട് ഇതുപോലെ ലൂസ് ചട്നി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ലാസ്റ്റ് താളിച്ചും കൂടി ചേർക്കണം.
അങ്ങനെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. തളിക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സ്പൂണ് കടുക്, വറ്റൽമുളക്, ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ്, കരിവേപ്പില, അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണ താളിച്ച് ചേർക്കുന്ന കണക്ക്. പക്ഷേ ഇതിലൊരു കാര്യം ചേർക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളിതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തപ്പോൾ ആ സമയത്ത് ഒരു 2 മുതൽ 3 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഒന്നുകിൽ നമുക്ക് വെളുത്തുള്ളി ആ സമയത്ത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ട് ചേർക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് കരിവേപ്പില കൂടെ കൂടുതൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നിക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കരിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ഈ ഒരു അളവിൽ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ, അതിനെക്കാട്ടി കുറവ് കായപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ലാസ്റ്റ് സ്റ്റേജ് മാത്രമേ കായപ്പൊടി ചേർക്കാവൂ. ഇനി ചൂടോടെ തന്നെ നമ്മൾ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലിഡ് അടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മുതൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി. ഈ ഒരു അളവിൽ ഒരു 4 മുതൽ 5 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചട്നി ആട്ടോ ഇത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചട്നിയാണ്. വളരെ കുറച്ച് നാളികേരം ചേർത്താൽ മതിയാകും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ഇഡ്ഡലിയും ഈ ഒരു ചട്നിയാണ്. ചട്നിയുടെ കൺസിസ്റ്റൻസി ഇതാട്ടോ. കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആ ചൂട് ഇഡ്ഡലിയുടെ മുകളിലോട്ട് ഇങ്ങനെ ചട്നി ഒഴിച്ചു കൊടുക്കുക. സാമ്പാറാണെങ്കിലും ചട്നി ആണെങ്കിലും ഇഡ്ഡലിയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യണേ. ചട്നിയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്ന ഇഡ്ഡലി ഇതുപോലെ എടുത്തൊന്ന് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചട്നി എന്ന് പറയുന്നത് ഒത്തിരി സ്പൈസി ആയിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ചട്നിയൊക്കെ തയ്യാറാക്കിയാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്